ഗുഡ് ഈവനിങ്. ഒരു പുതിയ ദിവസം. ഈവനിങ് ചോക്കുവിൻ്റെ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എല്ലാം ഒരു നേരത്തെ ചോക്ക് കഴിക്കുള്ളൂ. അപ്പം ഇന്നെന്താ നമ്മൾ ബീഫുണ്ട്, അതിൽ നമ്മൾ ക്യാരറ്റും മത്തങ്ങ ഇട്ടിട്ട്. ഓ മൈ ഗോഡ്, യു ആർ ഈറ്റിംഗ് യുവർസെൽഫ്. ചോക്കു തന്നെത്താനെ തിന്നുന്നു. ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി സർപ്രൈസിങ്. അത്ര വിശപ്പുണ്ടെന്ന് തോന്നണല്ലേ, തന്നെത്താനെ തിന്നാനൊക്കെ പോകുന്നു. തിന്നു അങ്ങനെ തിന്നുവാണെങ്കിൽ നല്ല കാര്യം. തിന്ന് ചോക്കു അങ്ങനെ തന്നെത്താനെ തിന്നാൻ പോകുന്നു. ട്രൈങ് ടു ഈറ്റ് തന്നെത്താനെ. തിന്നോട്ടെ. അയ്യോ നല്ല സുന്ദരിയാണല്ലോ ഇന്ന് തന്നെത്താനെ തിന്നാൻ നോക്കുന്നു. ഗുഡ് ഗേൾ കേട്ടാ. ഐ എം സോ ഹാപ്പി ചോക്കു. സെൽഫ് സഫീഷ്യൻ്റ് ആയ അപ്പം നല്ല വിശന്ന് നടത്തും ചോക്കുവിന്. ചോക്കു തന്നെത്താനെ തിന്നുന്നു. മൈ ഗോഡ്, ഗുഡ് ഗേൾ കേട്ടാ. വാവ്, ചെറിയ ചൂടുണ്ട്. തിന്നോ ആ തിന്നോ. ആ നല്ല കുട്ടി കേട്ടാ, ഉത്തമം കുട്ടി. തിന്നോളണം, അലമ്പരുത്. അത് കൊള്ളാമല്ല. അപ്പോൾ സ്ഥലം നോക്കി പീസൊക്കെ നോക്കിയാൽ തിന്നുന്നതല്ലേ. അടാ കൊള്ളി, ഇപ്പം തന്നെ തിന്നാൻ പഠിച്ചല്ലേ. വലിയ ഞാനെല്ലാം സ്മാഷ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. കുട്ടിക്കപ്പം നന്നായി വിശന്നു എന്നർത്ഥം. ഇങ്ങനെ അപ്പം എല്ലാ ദിവസവും തിന്നാൻ നല്ല കാര്യം. രക്ഷപ്പെട്ടു. അങ്ങനെ ചോക്ക് തന്നെത്താനെ തിന്നാൻ തുടങ്ങി. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചോക്ക് തന്നെത്താനെ തിന്നുന്നത്. എന്തൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് തപ്പിയാണ് തിന്നുന്നത്. ഓ പീസ് എടുത്ത് തിന്നുന്നത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ പീസ് അങ്ങനെ തന്നെ ഇടുമായിരുന്നല്ലോ. ഇങ്ങനെ കുട്ടിയുടെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ. ലാസ്റ്റ് വായിൽ ഞാൻ വെച്ച് തരേണ്ടി വരും. മണത്തൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് തരണം. ഇനി മനസ്സിലായി രോഗം. വെള്ളം തിന്നാൻ പറ്റൂലല്ലേ. ലാസ്റ്റ് സ്വന്തം പ്രോസസ്സിലേക്ക് തന്നെ വന്നല്ലേ അല്ലേ. കുറച്ചൊക്കെ വിശപ്പ് മാറുന്ന വരെ അങ്ങനെ തിന്നു. കള്ളിപ്പെണ്ണെ മടിച്ച്. പിന്നെ അതങ്ങ് തന്നെത്താനെ എല്ലാം കൂടെ തിന്നാൻ പറ്റില്ല ചക്കരു. നിങ്ങൾ തിന്നാ പരമ്പത്തിന്. നല്ല വിശന്നു തോന്നുന്നു ചേട്ടിക്ക്. അപ്പൊ ഗുഡ് ഗേൾ ഫുള്ള് തിന്നു. ചക്കര മൂത്തെല്ലാം തിന്ന്. അപ്പൊ നമുക്ക് ഇനി വായി എടുക്കാം.